ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും നമ്മുടെ ജാങ്കോ സ്പേസിലെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുറേ പേര് അന്നോട്ടേ പറയുന്നുണ്ട് കണ്ടിരുന്നോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു, പക്ഷേ സമയം എടുത്തിട്ടാണ്, 2-3 തവണയായിട്ടാണ് കണ്ടു തീർത്തത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? അതിൻ്റെ കമൻറ്റ് ബോക്സ്. ഒരുപാട് 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 സന്തോഷം തോന്നി. കാര്യം വിവരമുള്ള മനുഷ്യർ, ബോധമുള്ള മനുഷ്യർ ഒരുപാട് ഈ ലോകത്തുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ കമൻറ്റ് ബോക്സ്. ഞാൻ കരുതി ഇവരുടെ സപ്പോർട്ടേഴ്സ് എല്ലാം കൂടെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് അവിടെ കമൻറ്റ് ബോക്സിൽ സ്പേസ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പം അറിയുന്നവരും അറിയാത്തവരും ഇവരുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പോലും പറയുന്ന ആ ഒരു വാക്കുകൾ കണ്ടോ? ഒന്നും അറിയില്ല അവർക്ക്. ജസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് അവർ ഈ രീതിയിൽ ഇവരെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരുടെ യഥാർത്ഥ മുഖം അറിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും ഇവരെ വിമർശിക്കുക? ഇത്രയും ഒരു കാര്യം കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ സ്വന്തം വീട്ടുകാരെ, അമ്മയെയും പെങ്ങളെയും ഇത്രയും കാലം ഇവൻ പബ്ലിക്കിലിട്ട് നാറ്റിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയായിരിക്കും? കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കില്ലേ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പറയുമ്പോൾ എന്തോ വലിയ അംഗീകാരം, വലിയ അവാർഡ് കിട്ടുമെന്ന് കരുതിയിട്ട് രണ്ടും കൂടെ പോയതാണ്. ഇവിടെയും ഇവരെ സ്നേഹിക്കുന്ന കുറേ ആളുകളെ, ഇപ്പോഴും സ്നേഹം ബാക്കിയുള്ള കുറേ ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ പറയാവുള്ളൂ. ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, പോകണോ എന്ന് ചോദിച്ചപ്പം ആളുകൾ അഡ്വൈസ് ചെയ്തതാണ്, നിങ്ങളുടെ കാര്യം മാത്രമേ പറയാവൂ, വേറെ ഒന്നിനെയും പറ്റിയിട്ടും പറയണ്ട എന്ന് പല കമൻസിൽ കൂടെ പറയുന്നത് ഞാൻ കണ്ടതാണ്. എന്നിട്ട് അതുപോലും വകവയ്ക്കാതെ, ഇത് പാർട്ട് 1 അല്ലേ, ഇതിൽ ഇത്രയും പറഞ്ഞിട്ടുണ്ട്, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ, പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഇതിൻ്റെ പാർട്ട് 2 വരാൻ പോകുന്നേയില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ പാർട്ട് 2 വരില്ല. ഇവരാളേതാണെന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ടല്ല, അവരറിഞ്ഞുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് ദ്രോഹം മാത്രം ചെയ്യുന്ന ആളുകളെ വിളിച്ചിരുത്തി ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യില്ല. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാണ്. വേണമെങ്കിൽ ഈ ചെയ്തതും കൂടെ റിമൂവ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചെയ്തത് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചിന്തിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാര്യം അതിൽ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, അവരത്രയും കഷ്ടപ്പെട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് അതിലൊരു നഷ്ടം വരണ്ട. പിന്നെയല്ല, ഈ ചെയ്തതിന് കണക്കിന് മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്താണോ ഇവർ ഉദ്ദേശിച്ചത് അതിന് നേരെ എതിരായിട്ടുള്ള ഒരു സംഭവം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനുള്ള സമ്മാനം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും തയ്യാറെടുത്ത് പറയുന്ന ഈ കഥകളിൽ തന്നെ എന്തൊരു വൈരുദ്ധ്യമാണല്ലേ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, വെയിൻ കട്ട് ചെയ്തു, ഒരുപാട് ബ്ലഡ് പോയി, കുറച്ച് സമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആൾ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും സ്വന്തം അച്ഛനെ വിളിച്ച് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കല്യാണവും കഴിഞ്ഞ് താലികെട്ടോ എന്തോ കഴിഞ്ഞ് ഇയാൾ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണത്രേ സ്വന്തം ഫാദറിനെ, ഒരു സ്വന്തം മകള് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചത് വിളിച്ചു പറയുന്നത്. ആ ഒരു സമയത്താണ് വീട്ടിൽ വന്ന് കല്യാണവും കഴിഞ്ഞ് ചെറുക്കനും പെണ്ണുമായിട്ട് ഇരിക്കുമ്പോഴാണ് പറയുന്നത്. ഒരമ്മ, അതാണ് അമ്മ, ഏറ്റവും നല്ല അമ്മ എന്ന് പറയുന്നത്. അവിടെ തന്നെ മനസ്സിലാവില്ല ഇവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഉള്ള വീട്ടിലെ അമ്മ നല്ല അമ്മ, അവർ പിള്ളേരെ സ്നേഹിക്കാൻ, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ. ശരിയാ, അവരവരുടെ മകളുടെ ഭാവി മാത്രമേ നോക്കിയുള്ളൂ. വേറെ എവിടെ എന്ത് നഷ്ടം വന്നാലും ഇങ്ങനെ ഒരുത്തനെ ഇവരുടെ മോക്ക് വേണം എന്ന് മാത്രമേ അവർ ചിന്തിച്ചുള്ളൂ. അവരുടെ സംതൃപ്തി, അവരുടെ ഭാഗം, അവർക്ക് കൈ നനയാതെ മീൻ പിടിക്കണം, അത്രയും മാത്രമേ അവർ ചിന്തിച്ചുള്ളൂ. അതേപോലെ ഒരു അമ്മയാണ് ഇപ്പുറത്തും ഉണ്ടായിരുന്നത്. ആ അമ്മയും ചിന്തിച്ചത് അതാണ്, തൻ്റെ മോൻ്റെ ഭാവി വെള്ളത്തിലാകരുത്. ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഉണ്ടാവുമല്ലോ, ഓരോ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. മകൻ ജീവിതത്തിൽ ഇത്രയും നാളും കഷ്ടപ്പാടായിരുന്നു എന്ന് പറയുന്നു. കഷ്ടപ്പെട്ട് ഈ അമ്മ വളർത്തി, ഇനി മുന്നോട്ടെങ്കിലും വിദ്യാഭ്യാസമുണ്ട്, എന്തെങ്കിലും നല്ല ജോലി കിട്ടും, നല്ല രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരമ്മമാരും ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുമ്പം അതിന് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അതിനെ മുഴുവൻ അമ്മയ്ക്ക് കുറ്റം. അമ്മയ്ക്ക് സ്വർണം വേണം, 25 പവൻ വേണം, ജാതി പ്രശ്നം, എന്തെല്ലാം പറഞ്ഞിട്ട് സ്വന്തം പേരൻസിനെ ഇകഴ്ത്താവോ? അത് ഇയാൾ 3-4 വർഷമായിട്ട് ചാനലിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു ചാനലിൽ ചെന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ഇനിയെങ്കിലും അതുങ്ങൾക്ക് സ്വൈര്യം കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവനും ഇവളും ഒരു കാലത്തും ഇത് നിർത്തില്ല. അതിൻ്റെ ഒരു സൂചനയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ ആരെങ്കിലും, എനിക്ക് തോന്നിയത് ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ട് പോയതായിരിക്കും ചിലപ്പോൾ. ഇനിയിപ്പോൾ ചാനലിലൊന്നും പറയില്ല എന്ന് പല ആവർത്തി പറയില്ല, പറഞ്ഞു തീർന്നു, അവിടെ ഇനിയൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും? ഇനി കുറ്റം പറയാനായിട്ട് എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു സ്പേസാണ്. പക്ഷെ ചീറ്റിപ്പോയി. അവരിനി എന്തായാലും അടുത്ത പോർഷൻ ഇടാനും പോകുന്നില്ല. അവർക്ക് ഇത് തന്നെ മതിയായേ എന്നുള്ള രീതിയിലാണ് അവരുടെ അവസ്ഥ ഇപ്പോൾ. കാര്യം ആളെ മനസ്സിലാക്കാതെ അവർക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്.
എന്തായാലും ഇതിലെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി കേട്ടോ. നമുക്ക് മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ ചെയ്തത് 100% ശരിയാണ്. എത്രയോ ആളുകളാണ് ഇതിനെ വിമർശിക്കുന്നവരുള്ളത്. എന്ത് മെസ്സേജാണ് ഇതുങ്ങൾ കൊടുക്കുന്നത്? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണ് ഒരുത്തനുമായിട്ട് സ്നേഹത്തിലാകുക, അവൾ ജോലി ചെയ്യുന്ന പൈസ സ്വന്തം പോറ്റി വളർത്തിയ വീട്ടുകാർ പോലും അറിയാതെ അവനിട്ട് കൊടുക്കുക, പൈസയും സ്വർണ്ണമാലയും ഒക്കെ കാമുകന് കൊടുക്കുക, വീട്ടുകാരറിയാതെ. ഇതൊക്കെ നല്ല സ്വഭാവം. ആ മാതൃക ഇനി എല്ലാവരും കുട്ടികളൊക്കെ പിന്തുടരേണ്ട ഒരു മാതൃകയാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പേ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം. കാമുകൻ ഏതെങ്കിലും ഒരുത്തനെ കണ്ടു കഴിയുമ്പോഴത്തേനും വീട്ടുകാരെ അങ്ങ് പാടേ മറന്നേക്കുക. എന്നിട്ട് അവനെ വേണം അവരുടെ ആഗ്രഹം അതാണ്, അവനെ മാത്രം മതി. വേറെ അല്ലെങ്കിൽ പേരൻസിനോട് ഭയങ്കര ഇഷ്ടമുള്ളതാണെന്ന് പറയുന്നു. അവർ സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകളൊന്നും അല്ലല്ലോ. ആ പേരൻസിന് പോലും കൊടുക്കാതെ കാമുകന് നിരന്തരം പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. കാമുകന്റെ ബർത്ത്ഡേക്ക് അവിടുന്ന് ആരെയും അറിയിക്കാതെ ഇവിടെ ഇടുക്കിയിൽ വരിക. ഇതെല്ലാം വല്ലാത്ത സംഭവമായിട്ട് അങ്ങ് പറയാണ്. ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു മാതൃകാ ദമ്പതികളാണ് കേട്ടോ. ഇനിയത്തെ കുട്ടികളും ഇത് തന്നെ കണ്ടുപഠിക്കണം. ഇങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന വ്യക്തിയെ സ്വന്തമാക്കുക. എല്ലാം പോട്ടെ, എല്ലാം കഴിഞ്ഞിട്ടും ഈ വ്യക്തിയുടെ വീട്ടിൽ കടന്നുകൂടുക. അവിടുന്ന് സ്വന്തം അമ്മയും പെങ്ങളെയും അടിച്ചിറക്കാനായിട്ട് നോക്കുക. അവിടുന്ന് പുറത്ത് ചാടിയതിന് ശേഷം ഈ അമ്മയും പെങ്ങളെയും ക്രൂശിക്കുക യൂട്യൂബ് ചാനൽ വഴി. എങ്ങനെയെങ്കിലും ഇവരുടെ ജീവൻ ഇല്ലാതാക്കാനായിട്ട് വേണ്ട പണി സർവത്രയും ചെയ്യുക. 4 വർഷമായിട്ടും തീരാത്ത കൊടിയ പക ഇപ്പോഴും വെച്ച് സൂക്ഷിക്കുക. എന്തൊരു സ്ത്രീയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലോർത്തോ. ഇങ്ങനെയുള്ളവർ തന്നെയാണ്. സ്വന്തം പേരൻസിന് ഒരു തെരുവ് നായയുടെ പോലും വില കൊടുക്കാത്ത ആളുകളാണ് ഇവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു പരിധിവരെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഇപ്പോഴും പുതിയ എന്തെങ്കിലും കാര്യം കൊണ്ടാണ് ഈ വീട്ടുകാരെന്ന് പറയുന്നത് ഇവരെ ഏതെങ്കിലും കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാൻ ചെന്നിട്ടാണ് റിപ്പീറ്റ് അടിച്ച് എന്തെങ്കിലും പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അംഗീകരിക്കാം. അവരൊന്നിനും ചെല്ലുന്നില്ല, ഒരു കാര്യത്തിനും ചെല്ലുന്നില്ല. ഇവരുടെ കാര്യം മിണ്ടുന്നു പോലുമില്ല. എന്നിട്ട് ഇവൻ കണ്ടുപിടിച്ച മാർഗമാണ് ഇതെല്ലാം കഴിഞ്ഞ് യൂട്യൂബ് ചാനലിലൂടെയുള്ള ആ ഒരു വധം കഴിഞ്ഞപ്പോൾ ഇപ്പം പബ്ലിക്കായിട്ട് വേറെ ഓരോ മാധ്യമങ്ങൾ വഴി പുറത്ത് പറയുക എന്നുള്ളത്. എത്ര ക്രൂരനായ ഒരു മനുഷ്യനാണെന്ന് ഒന്ന് ആലോചിക്കുക. ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ, ഒരു മകൻ പെറ്റമ്മയെയും കൂടപ്പിറപ്പിനെയും ഇങ്ങനെ ഇത്രത്തോളം തേജോവധം ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എവിടെയും കണ്ടിട്ടില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകാം, വഴക്കും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ലോങ് ടൈം ഇത്രത്തോളം സർപ്പത്തെ പോലെ കൊടൂര വിഷം കൊണ്ടു നടക്കുന്ന ഒരൈറ്റത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് സന്തോഷിക്കാവുന്ന 2025 നമുക്ക് കിട്ടിയ ഒരു വിജയമാണ് ഈ ജാങ്കോ സ്പേസിൽ വന്നിട്ടുള്ള ഈ ഇൻ്റർവ്യൂ. കാര്യം എന്താണെന്നറിയോ, ഇനി അടുത്ത പാർട്ട് അവരിടില്ല എന്നുള്ളതും ഇവറ്റകളുടെ പരാജയമാണ്. ഈ ഒരു പോർഷൻ അവിടെ കിടക്കുന്നതും ഇവറ്റകളുടെ പരാജയമാണ്. കാര്യം ഇത്രയും ചുരുക്കി പറഞ്ഞിട്ട് പോലും വെറുക്കാൻ ഹേറ്റേഴ്സ് ഒരുപാടുണ്ട് ഇവർക്ക്. അപ്പോൾ പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ കാണിച്ചുകൊണ്ടിരുന്ന മുഴുവനൊന്ന് പറഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തുകൊണ്ട് 2025 എനിക്ക് തോന്നുന്നു ആ അമ്മയ്ക്കും മകൾക്കും ഇനി നല്ല കാലമാണ്. കാര്യം ഏതെല്ലാം തരത്തിൽ ശ്രമിച്ചാലും ഇനി ഇവർ മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ഇത്ര കൊടൂര വിഷം നിറച്ച് ഇപ്പോഴും പുറകെ അറ്റാക്ക് ചെയ്ത് സ്വന്തം മാതൃത്വത്തെ, സ്വന്തം അമ്മയെ, ഇങ്ങനെ പെങ്ങളെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരുത്തിയും അവൾക്കൊന്നും പോകാനില്ല. അവളുടെ വീട്ടുകാർ അവളുടെ കൂടെ ഉണ്ടല്ലോ. എന്നിട്ട് അയാൾ പറയുന്ന കാര്യമാണ്, ഈ വീട്ടുകാരെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന വീട്ടുകാരെ. ഇത് തന്നെയല്ലേ കുറച്ച് വർഷം മുമ്പ് ഇവരുടെ വീട്ടുകാരെ പറ്റിയിട്ട് പറഞ്ഞത്? ഇപ്പം എന്തേ മാറ്റി പറയുന്നു? അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞാൽ ഒരു പുരുഷൻ ഇത്രയ്ക്ക് അങ്ങോട്ട് മാറുമോ? അല്ലെങ്കിൽ വിട്ടുപിടിച്ചൂടെ? 4-5 വർഷമായിട്ടും എങ്ങനെ ഈ അമ്മ മനസ്സ് നൊന്ത് എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ ഈ പെങ്ങളൂട്ടി വേറൊരു വീട്ടിൽ ജീവിക്കുന്ന എന്തെങ്കിലും ചെയ്താലോ എന്ന് ഒരു വേള ഇവനൊന്ന് ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ആളുകളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ അറിയാത്ത ഒരുപാട് ആളുകൾ, ഇത് കാണുന്ന ആർക്കും ഇവരുടെ കുറച്ച് അന്തം ഫാൻസ് അല്ലാതെ ഒരാൾ പോലും പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ട് ഞാൻ കണ്ടില്ല. പുറമേ നിന്ന് കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ ഒരാൾ പോലും പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, അന്തം ഫാൻസ് അല്ലാതെ. പക്ഷേ നെഗറ്റീവ് കമൻറ്റ് അറിയുന്ന ആളുകളും അറിയാത്ത ആളുകൾ ഒരുപാട് പേരിട്ട് ഞാൻ കണ്ടു. വെറുതെ അല്ല ജാങ്കോ സ്പേസിൽ ഇൻ്റർവ്യൂ വന്നിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റോ എന്തെങ്കിലും കണ്ടേനെ. നിങ്ങൾ കാണണേ, ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രഹസനമൊക്കെ നടന്നേനെ. ഒരു അനക്കോ ഒരിടത്തൊന്നും ഇല്ലല്ലോ. എന്തേ മിണ്ടാത്തത്?
അപ്പോൾ 2025 വടിയെടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് അടി ഇങ്ങോട്ട് മേടിച്ചു. അതാണ് ഞാൻ പറയില്ലേ, കള്ളം എവിടെ എങ്ങനെ ആര് പറഞ്ഞാലും അത് നിലനിന്ന് പോവില്ല, അത് നന്നാവില്ല. എന്നാണെങ്കിലും അത് പുറത്തു വരും, സത്യം പുറത്തു വരും. നമ്മൾ സത്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഇടയ്ക്കൊക്കെ പരാജയങ്ങൾ ഉണ്ടാവും. പലരും ചവിട്ടിത്താഴ്ത്തും, പലരും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ നമ്മളെ പറയും. പക്ഷേ ഫൈനലി ലാസ്റ്റ് വിജയം നമ്മളെ തേടി തന്നെ വരും, നമുക്കായിരിക്കും വിജയം. ഇതിനിടയ്ക്ക് പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലർ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും തിരുത്താനായിട്ട് ഒട്ടും തയ്യാറല്ലാത്ത ആളുകളായിരിക്കും ഇവർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൽ ഇൻ്റർവ്യൂ നല്ലതുപോലെ കണ്ടതുപോലുമില്ല കേട്ടോ. എന്നുവെച്ചാൽ നമുക്കറിയാം എന്താ പറയുന്നത്. ഒരു വാക്ക് പറഞ്ഞു വരുമ്പോഴേ അടുത്തെന്താ പിന്നെന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പിന്നെന്താ, എനിക്ക് ചിരി വന്ന കോമഡി മോളാണോ എന്ന് ചോദിച്ചു. അതിപ്പം ബാക്കി നോക്കുമ്പോഴൊക്കെ ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവും ആരെങ്കിലും, സൈസ് ചെറുതാണല്ലോ. പക്ഷെ ഫേസ് കണ്ട ആരെങ്കിലും ചോദിക്കുമോ? ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന കുട്ടിയോട് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് അവർ തോന്നുന്നുണ്ട് എന്ന് പറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവരപ്പം തന്നെ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. അവർക്കങ്ങനെ അങ്ങനെ അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഇതിന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അങ്ങനെ പറയാനായിരിക്കും അവർക്ക് തോന്നിയത്. പ്രായം തോന്നുന്നു, അഴുകയുണ്ടോ എന്നെ കണ്ടാൽ, അയാളുടെ മോളാന്ന് തോന്നുമോ എനിക്കറിയില്ല. അത് കണ്ണുപൊട്ടന്മാരായിരിക്കും. പിന്നെ ബാക്കി നിന്നൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോഴേ സൈസ് ചെറുതായതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം, ഏതൊക്കെ രീതിയിലാണോ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പൊക്കി വെക്കാൻ നോക്കുന്നത് അതെല്ലാം മാക്സിമം നടക്കുന്നുണ്ട്. അതെല്ലാം 8 നില പൊട്ടി തകർന്ന് വീഴുന്നുണ്ട്. ഇപ്പോൾ സാധാരണ സ്ത്രീകളെയൊക്കെ മക്കൾ കുറേ വളർന്നതാണെങ്കിൽ നമ്മളൊക്കെ പുറത്ത് പോകുമ്പം ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ടിരിക്കും. അത് ഇപ്പം ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചുരിദാറൊക്കെ ഇട്ടിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സാരിയാണെങ്കിൽ കുറച്ചുകൂടി ഏജ് തോന്നിക്കും. ചുരിദാറൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ കല്യാണം കഴിച്ചതാണോ, കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ? ഇപ്പോൾ കുട്ടികൾ വളർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ കൂടെ പോകുമ്പോഴൊരു കുറച്ച് വളർന്നതാണെങ്കിൽ ചേച്ചിയാണോ എന്ന് ചോദിക്കാം. അതൊക്കെ സ്വാഭാവികമാണ്, ഈ സൊസൈറ്റിയിൽ നടക്കുന്നതാണ്. അതിന് എന്താണോ ഇത്ര പൊക്കി വെക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ കുറേ തവണ പറഞ്ഞതുകൊണ്ട് പറയുകയാണേ, പിന്നെയും ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ. അതെല്ലാം ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ആളുകൾ കമൻറ്റ് ബോക്സിൽ. അതിനെല്ലാം നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് ആളെന്താണോ വിചാരിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് 2025 അഭിമാനിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു വകയാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്